ലഹരി സംഘത്തിന്റെ താവളമായി വീണ്ടും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം. ലഹരി വിമുക്ത ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് കൂടുതൽ ലഹരി ഉപയോഗിക്കാനും ലഹരി കച്ചവടം നടത്താനുമുള്ള കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടെ. കാണാം ശരത് എസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ്. ഇന്നിപ്പോൾ ലഹരി സംഘത്തിന്റെ താവളമായിരിക്കുകയാണ് ബീച്ച് ആശുപത്രി. ബീച്ച് ആശുപത്രിയിലെ END ബ്ലോക്കിന് പുറകുവശത്തുള്ള ഭാഗമാണ് ലഹരി സംഘം അവരുടെ കേന്ദ്രമായി മാറ്റിയിരിക്കുന്നത്. അവിടെ എത്തി ലഹരി ഉപയോഗിക്കുന്ന ഒരു പതിവ് സാഹചര്യം ഇപ്പോഴുണ്ട്. നമുക്ക് ആ സ്ഥലം ഒന്ന് ആദ്യം കണ്ടിട്ട് വരാം. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ END ബ്ലോക്കിന് പുറകുവശത്തുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ ലഹരി സംഘത്തിന്റെ വിഹാര കേന്ദ്രമാകുന്നത് എന്നുള്ളത്. അതായത് ഇതിനോട് ചേർന്നുള്ള ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇത്തരത്തിൽ ഈ വിമുക്തിയുടെ ഭാഗമായൊക്കെ തന്നെ ആളുകൾ ചികിത്സയ്ക്ക് എത്തും. പക്ഷേ അവിടെ എത്തുന്ന ആളുകൾ കൂടുതൽ സംഘങ്ങളുമായി പരിചയപ്പെടുന്നു, പിന്നീട് ലഹരിയുടെ ഉപയോക്താക്കളായി മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബീച്ച് ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിൽ സിറിഞ്ച് ഉപയോഗിച്ചുള്ള അത്തരം ലഹരികൾ ഉപയോഗിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് നമുക്കിപ്പോൾ ഈ ചുമരുകളിലൊക്കെ തന്നെ പാടുകൾ കാണാൻ സാധിക്കും. ഇത് ഏതെങ്കിലും തരത്തിലുള്ള കറയൊന്നുമല്ല, ചോരക്കറയാണ്. അതായത് ലഹരി സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗം നടത്തിയ ശേഷം കയ്യിൽ നിന്ന് പൊടിയുന്ന ചോര അത് ഈ ചുവരുകളിലൊക്കെ തന്നെ ഇങ്ങനെ തേച്ച് വെക്കുന്നതാണ്. അങ്ങനെ നിരവധി പാടുകൾ ബീച്ച് ആശുപത്രിയുടെ ഈ END ബ്ലോക്കിന് പുറകുവശത്തുള്ള ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ സിറിഞ്ചുകളൊക്കെ തന്നെ ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ നിരവധി സിറിഞ്ചുകളൊക്കെ ഉപയോഗിച്ച ശേഷം അത് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതൊക്കെ തന്നെ അങ്ങനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ ലഹരി സംഘം ഇത് വ്യാപകമായി സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം മൂലം നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ HIV പോലുള്ള രോഗങ്ങൾ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിൽ കൂടുതൽ പേർക്ക് HIV ബാധിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് ആരോഗ്യവകുപ്പ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊരു വലിയ സാമൂഹിക പ്രശ്നമാണ്. പ്രത്യേകിച്ച് ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ആശുപത്രിയിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എത്തുന്നവരെ അവരെയും ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതും നിരന്തരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ആശുപത്രിയിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ വെല്ലുവിളിയാണ്. ഒപ്പം ഇത്തരം ലഹരി സംഘത്തിൻ്റെ കേന്ദ്രമായി ഈ ആശുപത്രിയുടെ പുറകുവശം മാറുന്നതോടുകൂടി തന്നെ ലഹരി വിൽപ്പന അത്തരം കാര്യങ്ങളിൽ കൂടി ആളുകൾക്ക് എളുപ്പം ഇത്തരം സൗകര്യങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ള പ്രശ്നം കൂടി ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇത്തരം ഭാഗങ്ങളിലൂടെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് ആശുപത്രിയിലുള്ള എത്തുന്ന രോഗികളും ഒപ്പം സമീപത്തെ ആളുകളും പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ളൊരു വലിയൊരു പ്രശ്നം ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഷെനിൽ കണ്ണൊപ്പം റിപ്പോർട്ടർ ശരത് എസ്, റിപ്പോർട്ടർ കോഴിക്കോട്. ശരത്തിന് പിന്നിലുള്ള ദൃശ്യങ്ങളൊക്കെ അതിന്റെ ഭീകരത കാണിക്കുകയാണ്. ഈ തൊട്ട് തേച്ചതിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ ആ ഭിത്തികളിൽ മുഴുവനും കാണാൻ കഴിയും. അതും ഒരു ലഹരി വിമുക്ത കേന്ദ്രമാണ് ഈ നിലയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതും.